സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആയുർവേദത്തിലെ രസായന ചികിത്സയെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിലെ രക്താദി സപ്തധാതുക്കളെയും പുഷ്ടമാക്കുന്ന ചികിത്സയാണ് രസാദി ചികിത്സ, രസായന ചികിത്സ. അതുമൂലം നമുക്ക് ദീർഘായുസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സിദ്ധവൈദ്യത്തിൽ, അതായത് തമിഴ്നാട്ടിൽ നമ്മുടെ ആയുർവേദത്തിന് തുല്യമായിട്ടുള്ള ഒരു ചികിത്സാവിദ്യയാണ് സിദ്ധവൈദ്യം. സിദ്ധവൈദ്യത്തിൽ രസായനത്തിന് പറയുന്ന പേരാണ് കായകൽപ്പം എന്ന്. അതായത് നമ്മുടെ ശരീരത്തെ കൽപ്പമാക്കാൻ വേണ്ടിയിട്ട്, നല്ല ദൃഢമാക്കാൻ വേണ്ടിയിട്ട്, രോഗമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതിനെയാണ് കായകൽപ്പം എന്ന് പറയുക. ഞാനൊരു കായകൽപ്പത്തിൻ്റെ മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യം എനിക്ക് തമിഴ്നാട്ടിലുള്ള ഒരു സുഹൃത്ത് വഴി ആണ് ലഭിച്ചത്. യൂട്യൂബിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം ഞാൻ കേട്ടു. പിന്നെ അതിനെ കുറേ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഞാൻ പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും ഒരു സിദ്ധ ഡോക്ടറുടെ മേൽനോട്ടത്തിലില്ലാതെ ഒരു കാരണവശാലും ഈ കാര്യം നിങ്ങൾ ചെയ്യരുത്. അതുമൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെയാണ് ചെയ്തത്. ഈ വീഡിയോ ഞാൻ എന്തിനാണ് ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു കായകൽപ്പമാണ് ഞാൻ പറയാൻ വന്നത്. അത് കുരുമുളക് കായകൽപ്പം എന്ന് പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നതിന് മുമ്പ് ഒരു സിദ്ധ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാതെ ഒരു കാരണവശാലും ചെയ്യരുത്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ വീഡിയോ വെറും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ കുരുമുളക് കായകൽപ്പം എന്ന് പറയുന്ന പരിപാടി അവരെങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അവർ പറയുന്നത്. അതായത് ഇന്ന് ഒരു കുരുമുളക് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ വായിലിടുക, കടിക്കരുത്, അതിനെ പൊട്ടിക്കരുത്, അതിന് അങ്ങനെ തന്നെ വിഴുങ്ങുക. അല്പം വെള്ളം ചേർത്തിട്ട് നമ്മളതിനെ വിഴുങ്ങുക. നമ്മൾ ഗുളിക കഴിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഒരു കുരുമുളക് എടുക്കുക, എടുത്തതിന് ശേഷം വായിലിടുക, വിഴുങ്ങുക വെള്ളം കുടിച്ചിട്ട്. അടുത്ത ദിവസം 2 കുരുമുളക്, അതേപോലെ തന്നെ 2 ഒരുമിച്ച് വായിലിടുക, വെള്ളം കുടിക്കുക. അടുത്ത ദിവസം 3 കുരുമുളക്. അങ്ങനെ ഈ ഓരോ കുരുമുളകായിട്ട് കൂട്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 24 കുരുമുളക് വരെ കൊണ്ടുവരിക. അതിനുശേഷം പിന്നെ അത് കമ്മിയാക്കുക, 23, 22, 21, വീണ്ടും 1 വരെ ആക്കുക. അതിനുശേഷം പിന്നെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ 24 48 ദിവസമായി. 48 ദിവസത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ, ദിവസം 5 കുരുമുളക് മാത്രം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം നമ്മൾ 5 കുരുമുളക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. 5 മാസം കഴിഞ്ഞിട്ട് ഈ 23 എന്നുള്ളതിനെ നമ്മൾ 30 ആക്കുക. 24 എന്നുള്ളത് 30 കുരുമുളകാക്കുക. അതായത് ആദ്യ ദിവസം 1, 2 അങ്ങനെ പോയിട്ട് 30 കുരുമുളകായി. പിന്നെ 30 കമ്മിയാക്കിയിട്ട് വീണ്ടും 1 കൊണ്ടുവന്നു. വീണ്ടും ഒരു 4-5 മാസം നിങ്ങൾ 5 കുരുമുളക് മാത്രം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളത് 48 കുരുമുളക് വരെ കൊണ്ടുപോവുക, വീണ്ടും തിരിച്ചു കൊണ്ടുവരിക 1 വരെ. വീണ്ടും ഒരു 4-5 മാസം നിങ്ങൾ 5 കുരുമുളക് മാത്രം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൽപ്പം ചെയ്യുക, അത് 60 വരെ കൊണ്ടുവരിക, 60 കുരുമുളക്. വീണ്ടും ഒരു 4-5 മാസം 5 കുരുമുളക് മാത്രം നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുക. കടിക്കരുത്, കടിക്കാതെ അങ്ങനെ തന്നെ വിഴുങ്ങണം. അതിനുശേഷം പിന്നെ നമ്മൾക്കത് വേണമെങ്കിൽ 80 വരെ കൊണ്ടുവരാം. അതിനുശേഷം വീണ്ടും 5 മാസം നമ്മൾ ഇതേപോലെ തന്നെ 5 കുരുമുളക് മാത്രം കഴിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഈ കുരുമുളക് 100 വരെ കൊണ്ടുപോവുക. അതായത് 1, 2, അടുത്ത ദിവസം 2, അതിൻ്റെ അടുത്ത ദിവസം 3, അങ്ങനെ 100 വരെ എത്തി. പിന്നെ 99, 98 അങ്ങനെ വരെ 1 വരെ കൊണ്ട് എത്തിച്ചു. അപ്പോൾ 100 പൂർത്തിയായി. ഇതിൽ കൂടുതൽ നിങ്ങൾ പോകരുത്. ഏറ്റവും മാക്സിമം 100 ഞാൻ വീണ്ടും പറയുന്നു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ വളരെ നല്ല റിസൾട്ടാണെന്നാണ് പലരും പറയുന്നത്. സിദ്ധ ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് പറയുക. ചില സിദ്ധ ഡോക്ടർമാരും ഇതിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുരുമുളക്, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇത് നമ്മളിങ്ങനെ തന്നെ മുഴുകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ട്. അവർ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, നമ്മുടെ കുടലിൽ പോയതിന് ശേഷം ഇതിൻ്റെ എസൻസ് മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യും. അതിനുശേഷം ഇത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാതപിത്ത കഫങ്ങളാണല്ലോ രോഗത്തിന് കാരണം, അതിനെ ഇത് സമമാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾക്ക് യാതൊരുവിധ രോഗവുമില്ലാതെ ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കും. വളരെ വൈകിയ ഒരു വേളയിലാണ് എനിക്ക് ഇത്ര അറിവൊക്കെ കിട്ടുന്നത്. പണ്ടെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ കിട്ടിയ അറിവിനെ ഒരു കാരണവശാലും നമ്മുടെ അടുത്ത് വയ്ക്കാൻ പാടില്ല, ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആ ഒരു നല്ല ചിന്തയോടുകൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു സിദ്ധ വൈദ്യരുടെ അല്ലെങ്കിൽ സിദ്ധ ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ഈ കാര്യം ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കാരണവശാലും ചെയ്യരുത്. ഇത് വെറും ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു കാര്യമുണ്ട്, വളരെ ചിലവ് കുറഞ്ഞ ആരോഗ്യകരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ആയുർവേദത്തിലും സിദ്ധിയിലുണ്ട്.
അപ്പോൾ അത് നിങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.